ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒരു പുതിയ സബ്ജക്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ക്രിസ്ത്യൻ പാരന്റിങ്, ക്രിസ്തീയ കർത്തൃത്വം അല്ലേ, അങ്ങനല്ലേ വരുന്നത്? ഓക്കെ. ഈ സബ്ജക്റ്റ് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ വോയിസ് മെസ്സേജിലൂടെ ഈ ക്ലാസ് നമ്മൾ കേട്ടതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ വിഷയദാരിദ്ര്യം വല്ലാതെ അലട്ടുന്നത് കൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും എടുത്ത സബ്ജക്റ്റുകളൊക്കെ പിന്നെ എടുക്കുന്നതെന്ന്. അല്ല, ഇത് ഈ കാലഘട്ടത്തിന് അനിവാര്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് വീണ്ടും ഈ സബ്ജക്റ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായത്. കാരണം നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ അധ്യാപക ദിനത്തിൽ, എന്നാണ് അധ്യാപക ദിനം അറിയോ? ശ്രീകുട്ടിക്ക് അറിയാം അധ്യാപക ദിനം എന്നാണ്? സെപ്റ്റംബർ 5. സെപ്റ്റംബർ 5. ശ്രീകുട്ടി അല്ല പറഞ്ഞല്ലേ? ഓക്കെ. അപ്പോ സെപ്റ്റംബർ മാസം 5-ാം തീയതി അധ്യാപക ദിനമാണ്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് എക്സാം നടക്കുന്ന സമയത്ത് കണ്ണൂരുള്ള സ്കൂളില് ഈ 2 കുട്ടികൾ എക്സാമിന് കയറാതെ വെളിയിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഒരു അധ്യാപകൻ പറഞ്ഞ ക്ലാസ്സിൽ കയറിയിരിക്കെ പരീക്ഷ എഴുതുന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ 2 കുട്ടികളെ ചേർന്ന് ഈ അധ്യാപകനെ മർദ്ദിച്ചു. അപ്പോഴ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾ അക്രമാസക്തരാകുകയാണ്. ഇത് കണ്ണൂരെ മാത്രം പ്രശ്നമല്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് വാർത്താ ചാനലുകൾ, ദേശീയ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് കണ്ടത് അമേരിക്കയിലെ പല സ്ഥലങ്ങളിൽ കുട്ടികൾ സ്കൂളുകളിൽ തോക്കുമായിട്ടാണ് ചെന്നെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒമാനിലും അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നടന്നതായിട്ട് ഞാൻ വാർത്തയിൽ കണ്ടു. കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കുട്ടികൾ പലപ്പോഴും അക്രമാസക്തരാകുന്നു, കോപാകുലരാകുന്നു, രോഷാകുലരാകുന്നു, അവർ പൊട്ടിത്തെറിക്കുന്നു, അവരുടെ ആത്മനിയന്ത്രണം നഷ്ടമാകുന്നു. അവര് മാതാപിതാക്കളെ അനുസരിക്കാതെ, സഭയിലുള്ളവരെ അനുസരിക്കാതെ, ദൈവവചനത്തെ അംഗീകരിക്കാതെ പോകുന്ന ഒരു വല്ലാത്ത ചുറ്റുപാടിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഈ സബ്ജക്റ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ പല പേരൻസ്, അമ്മമാരും എനിക്ക് മെസ്സേജ് ഇട്ടു, ചേച്ചി ഇത് വളരെ അനിവാര്യമാണ്, ലൗലി ഇത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇത്തരം പ്രശ്നകലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനാവും? അതാണ് തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമെന്ന് പറയുന്നത്. പ്രിയ സഹോദരി ഷൈനി അഭിലാഷ് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ സ്റ്റഡിയിൽ കൗൺസിലിംഗ് സംബന്ധമായ ചില വിഷയങ്ങൾ ആഡ് ചെയ്തപ്പോൾ എന്നോട് പലരും ചോദിച്ചു, പലരും കുറ്റപ്പെടുത്തി, ഇതാണോ ബൈബിൾ സ്റ്റഡി എന്ന്. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പാരന്റിങ് എന്ന വിഷയത്തെ ക്രൈസ്തവ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയ ഷൈനി അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ദൈവമുമ്പാകെ ആയിരിക്കാം. മാത്രമല്ല, വരും ദിവസങ്ങളിൽ പേരൻസ് ആയിട്ടൊക്കെയുള്ള അമ്മമാരെ, പാരന്റിങ്ങിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന അമ്മമാരെയൊക്കെ പലരെയും പങ്കെടുപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയ സഹോദരി ഷൈനി അഭിലാഷിനെ ക്ലാസ്സിൽ എടുക്കുവാനായിട്ട് കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. ക്രിസ്തുവേശുവിൽ കൂടി വന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്ന ലൗലി ചേച്ചിക്ക് പ്രത്യേകം താങ്ക് യു. നമ്മൾ പുതുമുഖമായിട്ട് കാണുന്ന ആരുമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും ഒരുപക്ഷെ ഞാൻ പല മീറ്റിങ്ങുകളിൽ വെച്ചായിട്ട് കണ്ടിട്ടുണ്ട്. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് ഒരു ഇന്ററാക്റ്റീവ് രീതിയിൽ മുമ്പോട്ട് നീങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം നൽകി തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. കാരണം പല ആളുകളും ഈ പാരന്റിങ്ങിന് വലിയൊരു പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഇത്രയും പേർക്ക് കൂടി വരുവാനായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ തന്നല്ലോ. ദൈവം നിങ്ങളിൽ തന്നിരിക്കുന്ന ആഗ്രഹത്തെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്തായാലും ദൈവം നമ്മളിൽ ഓരോരുത്തരിലൂടെയും അനേകം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇനിയും ഉണ്ട് എന്നാണ് ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഓരോ ദിവസവും. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഈ കൂട്ടത്തില് വിവാഹിതരാകാതെ ഇരിക്കുന്ന സഹോദരിമാർ എത്ര പേരുണ്ടാവും? മെറിനുണ്ട്, പിന്നെ വേറെ ആരുണ്ട്? ശ്രീകുട്ടി ഉണ്ടെന്ന് പറഞ്ഞു, ആണോ? ശരിയാണ്. രണ്ടുപേരെ ഉള്ളോ? വേറെ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയണേ, കാരണം ഷേബ ഫിലിപ്പ്.
ഓക്കെ, ഷേബ ഫിലിപ്പ് ഉണ്ട്. 3 പേരുണ്ട്. ബെനീറ്റ റീസെന്റ് ഫാമിലി ലൈഫിലേക്ക് വന്ന ഒരാളാണ്. ഓക്കെ ഓക്കെ, അപ്പം 3 പേരാണ് വിവാഹം കഴിക്കാതെ ഇവിടെ ഉള്ളത്. ഒരാള് റീസെന്റ് വിവാഹിതയായ ഒരു മോളും ഉണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, അപ്പം ഈ വിവാഹിതരാവാത്തവർ പേടിക്കണ്ട, നിങ്ങളുടെ നല്ല നാളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വരുക്കൂട്ടായിട്ട് ഇതിനെ കണ്ടാൽ മതി. കാരണം പാരന്റിങ് എന്ന് പറയുമ്പം നമുക്ക് മക്കൾ ജനിച്ചിട്ട് മാത്രം നമ്മൾ കൊടുക്കുന്ന ഒരു സംഗതിയല്ല പാരന്റിങ്. അപ്പം നമുക്ക് മുമ്പിൽ കിട്ടുന്ന നമ്മളിൽ ചെറുതായിട്ടുള്ള ആൾക്കാരെ, അങ്ങനെയാണല്ലോ നമ്മൾ പാരന്റിങ് എന്ന് പറയുന്നത്, നമ്മുടെ പ്രായത്തിൽ ചെറുതായിട്ടുള്ള, നമ്മുടെ പ്രായത്തിന് താഴെയുള്ള ആൾക്കാരെ ആരെ നമുക്ക് മുമ്പിൽ കിട്ടിയാലും ഒരു പാരന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു രക്ഷാകർതൃത്വം എന്നുള്ള ഒരു ഫീൽഡിലേക്കാണ് പാരന്റിങ് പോകുന്നതെങ്കിലും നമുക്ക് ആ വാത്സല്യത്തോടെയും ആ സ്നേഹത്തോടെയും ആരോട് വേണമെങ്കിലും ഇടപഴകുവാനായിട്ട് സാധിക്കും. അതൊരു ഗുഡ് അപ്രോച്ച് ടു ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയുന്നത്. അത് നല്ല ഒരു ആൾക്കാരിലേക്ക് ഒരു റിലേഷൻഷിപ്പ് മോൾഡ് ചെയ്യാനായിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് പലരും ഈ പാരന്റിങ്ങിനെ കാണുന്നത്. അപ്പം ഈ കാലഘട്ടത്തിൽ പാരന്റിങ്ങിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ ചാലഞ്ചസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ തുടർച്ചയായിട്ട് കാണാൻ പോകുന്നത്. അല്ല, ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും കൂടി ഒന്ന് കിട്ടാനായിട്ടുണ്ട്. അന്നേരം ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കൂടുതലുള്ള ആരാണ്? ഡാർലി ആന്റി ആണോ, ജെയിൻ ആന്റി ആണോ, അതോ ആനി ആന്റി ആണോ? ഞാൻ പ്രായം ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്ന് ആരെയും വിചാരിക്കരുത്. എന്റെ ഒരു ചിന്ത ജെയിൻ ആന്റിയാണ്. ജെയിൻ ആന്റി ആയിരിക്കും അല്ലെ? ഓക്കെ, ജെയിൻ ആന്റിക്ക് കിട്ടിയ ഒരു പാരന്റിങ്ങിനെ കുറിച്ച് ഒരു 3-4 വാചകത്തിൽ ഒന്ന് പറയാമോ? ജെയിൻ ആന്റിക്ക് കിട്ടിയ പാരന്റിങ് എന്ന് പറഞ്ഞാൽ മക്കളെ നന്നായിട്ട് വളർത്തി, അതല്ല, ആന്റി ചെയ്ത കാര്യമല്ല, ആന്റിക്ക് ലഭിച്ച രക്ഷാകർതൃത്വത്തെ കുറിച്ചൊന്ന് പറയാമോ? ആന്റിക്ക് കിട്ടിയ രക്ഷാകർതൃത്വം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു. അല്ല ആന്റി, അത് നമ്മള് ഒത്തിരി സ്പിരിച്വൽ വേയിൽ പോവാതെ ആന്റിക്ക് ലഭിച്ച പാരന്റിങ് ഉണ്ടല്ലോ, ആന്റിയുടെ പപ്പായും മമ്മിയും ആന്റിക്ക് തന്ന ഒരു പാരന്റിങ്, അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നൊന്ന് പറയാമോ? 1-2 വാചകത്തിൽ പറഞ്ഞാൽ മതി. എന്നെ നന്നായിട്ട് വളർത്തി. ഓക്കെ, നന്നായിട്ട് വളർത്തി, നല്ല അനുസരണത്തില് വളർത്തി. ഇത് രണ്ടുമാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ അനുസരണത്തോടുകൂടി വളർത്തി എന്നെ. ഞങ്ങൾ 5 പെൺപിള്ളേരായിരുന്നു. പക്ഷേ ഞാൻ ഏറ്റവും ഇളയ മോളായിരുന്നു. എന്നിട്ടും എന്നെ അനുസരണത്തിലാണ് വളർത്തിയത്. 5ാമത്തെ ആളായിരുന്നിട്ടും അടി കിട്ടിയെന്ന് സാരം അല്ലേ? അടി കിട്ടിയിട്ടുണ്ട്. അത് ശരിയാണ്. അടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെങ്കിൽ എന്നെ നന്നായിട്ട് വളർത്തി. ഓക്കെ, ആ നന്നായിട്ട് വളർത്തി എന്ന് പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഒന്നും കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ടോ ആന്റിക്ക്? എന്തെങ്കിലും ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയും. നന്നായി വളർത്തി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അനുസരണത്തിൽ വളർത്തി. അത് ആന്റി പറഞ്ഞിരുന്നു അത് ആൻസറിൽ. വേറെ എന്തെങ്കിലും ഒന്നും പെട്ടെന്ന് ഓർക്കുന്നില്ലായിരിക്കും. ഓക്കെ, മതി. ഇനി ഡാർലി ആന്റി ഒന്ന് പറയാമോ? ഞാൻ ഈ പ്രായമുള്ളവരോട് ചോദിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസ് എനിക്കും കൂടെ കിട്ടാൻ വേണ്ടിട്ടാണ്. പറയാം. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഒരു സ്പിരിച്വൽ ആയിട്ട് എന്നാന്ന് പറഞ്ഞാല് കുടുംബ പ്രാർത്ഥന എപ്പോഴും ഞങ്ങള് പാട്ടുപാടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷം, ഞങ്ങള് 4 മക്കളാ, ഞങ്ങൾ 4 പേരും പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പച്ചനോ അമ്മച്ചിയോ പ്രാർത്ഥിക്കും. അങ്ങനെ പിന്നെ എല്ലാ മീറ്റിങ്ങുകളും, എല്ലാ പ്രാർത്ഥനാ മീറ്റിങ്ങും, ഒരു സൺഡേ മീറ്റിങ്ങോ ഒന്നും മുടക്കാതെ രാത്രിയൊക്കെ, അന്നൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കത്തിച്ച് കൊണ്ട് ഞങ്ങള് അപ്പച്ചന്റെ കൂടെ പോവുമായിരുന്നു എല്ലാ മീറ്റിങ്ങിനും. അത് എന്റെ ജീവിതത്തില് എന്നെ ഒരു സൺഡേ കൂടി വീട്ടിലിരിക്കാൻ എന്നെ അനുവദിച്ചിട്ടില്ല. ആ ഒരു ചെറുപ്പത്തിലെ ആ രീതിയില് ഞങ്ങളെ വളർത്തി. പിന്നെ അമ്മച്ചിയാണെങ്കിൽ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിന് കൊണ്ടുപോകും.
കൊണ്ടുപോയിട്ട് എല്ലാ സിസ്റ്റേഴ്സ് മീറ്റിങ്ങിനും പോയിട്ട് സിസ്റ്റേഴ്സ് ഒക്കെ വചനത്തിൽ നിന്ന് ഒരു വായിച്ചിട്ട് ഒരു തോട്ട് പറയും. അപ്പം ഞങ്ങൾക്കും ആ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ട് ഞാനും എൻ്റെ ചേച്ചിയും ഒരു വാക്യം വായിച്ചിട്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. അത് എന്നെ കൂടുതൽ പ്രയോജനപ്പെടുത്തി. അതാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഓക്കെ ആന്റി, താങ്ക് യു. ഇനി ആനി ആന്റിയോടും കൂടെ ഒന്ന് ചോദിച്ചോട്ടെ. ആനി ആന്റി, 3 പേരെ ഞാൻ ഇതിനകത്ത് പ്രായം കൂടുതലായിട്ട് കണ്ടുള്ളൂ വീഡിയോയ്ക്കകത്ത്. പിന്നെ ശ്രീകുട്ടിയുടെ അടുത്ത് ആരൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അത്രയും ക്ലിയർ ആവുന്നില്ല. എന്തായാലും ആനി ആന്റി ഒന്ന് പറയാമോ? ശ്രീകുട്ടിയുടെ ഗ്രാൻഡ് മാൻ. ഗ്രാൻഡ് മാൻ ഉണ്ട്. ഓക്കെ, എനിക്ക് 3-ാം സ്ഥാനം എനിക്ക് വന്ന്. ഓക്കെ, സന്തോഷം. ഞങ്ങൾ പ്രായമുള്ളവരിൽ 3-ാം സ്ഥാനം എനിക്ക് കിട്ടുന്നവർക്ക് നേരത്തെ സ്തുതിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എൻ്റെ പിതാവ് ഒരു വാദ്യാരായിരുന്നു. അതുകൊണ്ട് ആ വാദ്യാരായതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് സ്ട്രിക്റ്റാണ് ഞങ്ങളെ വളർത്തിയത്. എന്ന് പറഞ്ഞാല് ദൈവസന്നിധി വിട്ട് വേറൊരിടത്തോട് പോകാനോ അല്ലാത്തവരോട് വർത്താനം പറയാനോ ഒരു മാസിക വനിത വായിക്കുന്ന ഞാൻ കല്യാണം കഴിഞ്ഞു, എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അതുപോലെ ഒരു സ്ട്രിക്റ്റായിട്ട് എന്റെ പിതാവ് ഞങ്ങളെ വളർത്തിയത്. വീട്ടിലാണേലും അങ്ങനെ, വീട്ടിലും ബീച്ചിലൊക്കെ പോകുന്നതിനും ഞങ്ങൾ 6 പേര്, അതിൽ മൂത്ത 3 പേര്, മറ്റവരൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു. ഇപ്പം ഞങ്ങള് 3 പേരെ എത്ര 10 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ളപ്പോഴും സൺഡേ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കഴിച്ചിട്ട് വീണ്ടും സഭായോഗത്തിന് പോകണം. 1.5 കിലോമീറ്റർ നടക്കണം. അപ്പൊ അങ്ങനെ വെരി സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ എല്ലാ കൂടുതലും അങ്ങനെയൊക്കെ വളർത്തി. പിന്നെ എൻ്റെ പിതാവ് പഠിപ്പിച്ച സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത്. അപ്പൊ സ്കൂളിൽ കാണിക്കുന്ന ചെറിയ തെറ്റുകൾക്ക് സ്കൂളിലും അടി കിട്ടും. പിന്നെ വീട്ടിൽ വരുമ്പോൾ അത് സാറന്മാരെ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് അന്ന് സ്കൂളിൽ നിന്ന് ചൂരപടി കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ വട്ടം നിർത്തിയിട്ട് അത് തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറയും. അപ്പൊ അടി കിട്ടാതെ വിടത്തില്ല. എന്നാൽ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്ത് അത് മനസ്സിലാക്കി തന്നിട്ട് അടിക്കും. ഇനി അത് ചെയ്യട്ടെ, ശിക്ഷ. അപ്പം ദൈവത്തിലെ വാക്യം പറഞ്ഞിട്ട് പറയും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയുണ്ട്. അപ്പൊ ആ തെറ്റ് ചെയ്ത എന്തെങ്കിലും അത് ക്ഷമിക്കുമെന്നും അപ്പച്ചൻ ക്ഷമിച്ചു. പക്ഷെ ആ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞടിക്കും. അങ്ങനെ ഞങ്ങളെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങളെ വളർത്തി. ആ സ്കൂളിൽ പഠിക്കാനും ഇടയായത് കീക്കടൂർ NMLP സ്കൂൾ, UP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളില് അവിടെ പഠിപ്പിച്ച സാറുമാർ ഇപ്പോഴും ചിലരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അവിടെ പഠിക്കാനും അങ്ങനെയുള്ള ഒരു ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നു വന്നത്. പ്രായം വരുന്നവരെയും ഞങ്ങളെയൊക്കെ നല്ലതായിട്ട് അടിച്ച്, ഞങ്ങളെയൊക്കെ ചൂരവടി കൊണ്ട് നല്ല അടി, ചെറിയ തെറ്റുകളായിരിക്കും ചിലപ്പം, വേറെ നിസ്സാരമായ കാര്യങ്ങൾ. ഞങ്ങള് എന്താ നമ്മുടെ ആൾക്കാരല്ലാത്തവരുമായിട്ട് വർത്താനം പറയാൻ പോലും ഞങ്ങളുടെ പിതാവ് സമ്മതിക്കില്ലായിരുന്നു. ഞങ്ങളുടെ അതിലൊക്കെ ഒരു ഹിന്ദു കുടുംബം ആ വീടിന്റെ അടുക്ക പോലും സമ്മതിക്കില്ല. അത്രയായിട്ടാണ് ഞങ്ങളുടെ പ്രായത്തിൽ പഠിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഒത്തിരി പറയാനുണ്ട്. ഞാൻ ആ ചെറിയ പ്രായത്തിൽ മാത്രം ഒന്ന് പറഞ്ഞു വന്നേ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പോവാം. അന്നേരം നമുക്ക് ഇതിൽ കൂടുതൽ പറയാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ശ്രീകുട്ടിയുടെ വെല്ലുമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അമ്മച്ചിയും കൂടെ ആന്റിയും കൂടെ ഒന്ന് പറയാവോ? ശ്രീകുട്ടിയുടെ ഗ്രാൻഡ് മദർ ഉണ്ടെന്ന് പറഞ്ഞു. ആന്റിക്കും കൂടെ ഒന്നോ രണ്ടോ വാക്യത്തിൽ മതി. പറഞ്ഞോ, സാരമില്ല. ആന്റിക്ക് ഗ്രാൻഡ്മായ്ക്ക് നാണം വരുന്നു പറയാൻ. അടുത്ത ക്ലാസ്സിൽ പറയാന്ന്. സാരമില്ല, നമ്മളെല്ലാ ആഴ്ചയും കാണുന്ന ആൾക്കാരല്ലേ, പുതിയതായിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ആത്മീയമായിട്ടൊക്കെ നല്ല രീതിയില് എനിക്ക് ആത്മീയമായിട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നു അല്ലേ? അങ്ങനെ തന്നെ വളർത്തി. അപ്പച്ചനും അമ്മയ്ക്കും ഒക്കെ നല്ല പ്രാർത്ഥനയിലും ഒക്കെയാ ഞങ്ങള് വളർന്നത്. അതൊക്കെ പറയാനുള്ളൂ. അമ്മയുടെ അടുക്കില് നമ്മുടെ ജീവിതം മൊത്തം ഉണ്ടായിരുന്നത് അങ്ങനെയൊക്കെയാണ്. ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അത്രയും മതി. ഓക്കെ, അന്നേരം നമ്മള് കേട്ട കാര്യങ്ങളിലേക്ക് വീണ്ടും വരികയാണ്. അതായത് ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്ന ആൾക്കാര്
മാത്രം ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ജെയിനാന്റി പറഞ്ഞു നന്നായിട്ട് വളർത്തി, അനുസരണത്തിൽ വളരാനായിട്ട് സഹായിച്ചു, അതിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഡാർലി ആന്റി പറഞ്ഞു കുടുംബ പ്രാർത്ഥനയും മീറ്റിങ്ങുകളും ഒന്നും മുടക്കാതെ എല്ലായിടത്തും പോയി അവിടെയൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ആത്മീയമായിട്ടുള്ള ഉണർവുകൾ, അല്ലെങ്കിൽ ഓരോ വാക്യം വായിച്ചിട്ടാണെങ്കിലും അതിൽ പറയാനായിട്ടുള്ള ഒരു കഴിവ് അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ പറഞ്ഞു, അങ്ങനെ അത് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ ആനിയാന്റി പറഞ്ഞു ആനിയാന്റിയുടെ പിതാവ് ഭയങ്കര കർക്കശക്കാരനായിരുന്നു, അല്ലെ നല്ല ഡിസിപ്ലിൻഡ് ആള്, അങ്ങനെ ഡിസിപ്ലിൻ ചെയ്താണ് വളർത്തിക്കൊണ്ട് വന്നത് എന്ന് പറഞ്ഞു. ശ്രീകുട്ടിയുടെ അമ്മച്ചി പറഞ്ഞു നല്ല അടുക്കും ചിട്ടയോടും കൂടി നല്ല പ്രാർത്ഥനയോടും കൂടിയാണ് വളർത്തിക്കൊണ്ട് വന്നു എന്നും പറഞ്ഞു. അപ്പൊ ഞാനൊരു ചോദ്യം നിങ്ങളോട്, നിങ്ങൾക്ക് ഇട്ട് തരികയാണ്, ആൻസർ നിങ്ങൾ പറയണ്ട, നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടിയ ആ പാരന്റിങ് അതേപോലെ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ പാരന്റിങ് അങ്ങനെ തന്നെയാ? ഒരു ചോദ്യം, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ നിങ്ങൾ മക്കൾക്ക് കൊടുത്തത്? അതേപോലെ തന്നെയാണോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആ പാരന്റിങ് കൊടുത്തത്? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ആ പാരന്റിങ്ങിന്റെ എന്ത് വ്യത്യസ്തതയാണ് നിങ്ങൾ അതിൽ കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആൻസർ ഇപ്പൊ പറയണ്ട. അതായത് ഇനി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ അതിൻ്റെ ആയിട്ടുള്ള കൂടുതൽ പഠനങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പോ ഞാൻ ഇത്ര പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഇപ്പം വന്ന് നിൽക്കുന്ന ഈ വർഷം 2024 അല്ലെ, കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് തന്നെ ഈ മനുഷ്യരുടെ ചിന്താഗതിയിൽ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിന് ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കോവിഡിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ കോവിഡിന് മുമ്പ് മുതലേ ഉണ്ടായി തുടങ്ങിയ ഒരു വഴിയായിരുന്നു. അതിനെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കോവിഡ് ആക്കി തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പൊ പാരന്റിങ് എല്ലാ കാലത്തും പാരന്റിങ് ഉണ്ട്, കോവിഡ് ഒന്നും പാരന്റിങ്ങിനെ ബാധിച്ചിട്ടില്ല. അപ്പൊ പാരന്റിങ് എല്ലാ കാലത്തും ഉണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ പാരന്റിങ്ങില് ഇത്രയും ബുദ്ധിമുട്ട് തോന്നുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ അതിന് തരാൻ വേണ്ടി പറ്റുമോ? എന്തുകൊണ്ടാണ് പാരന്റിങ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? ഒന്ന് പറയാമോ? ആർക്കെങ്കിലും ഒക്കെ പറയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞാൽ മതി. അതിനകത്ത് എന്തുകൊണ്ടാണ് പാരന്റിങ് ഇത്രയും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? പറയാമോ? നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. തെറ്റും ശരിയും ഇവിടെ ഇല്ല, എല്ലാം ശരിയാണ്. പഴയ ജീവിതശൈലി പാരന്റിങ് ബുദ്ധിമുട്ടാണോ? പാരന്റിങ് ബുദ്ധിമുട്ടാണോ? പാരന്റിങ് ഓവറായി പോകരുത്. ഒരു സാധാരണ നിലയില്, ഒരു നോർമൽ നിലയിൽ പോകണം. ഈ ഓവർ ആകുമ്പോഴത് പിള്ളേർക്ക് അത് ബുദ്ധിമുട്ടാകും. ഞാൻ ചോദിച്ചത് പാരന്റിങ് ബുദ്ധിമുട്ടാണോ? പേരന്റിങ് ബുദ്ധിമുട്ടല്ല ഒറ്റ വാക്കിൽ, പക്ഷെ അതിന്റെ ഏറ്റക്കുറച്ചിലുള്ളത് കൊണ്ട് അത് കുറച്ച് വിഷമം തന്നെ ആയി വരുന്നുണ്ടല്ലേ? ഈ ഓവർ ഇന്നത്തെ ഞങ്ങളൊക്കെ അങ്ങനെ ജീവിച്ചു, പക്ഷെ ഇന്നത്തെ പിള്ളേരോട് നമുക്ക് അങ്ങനെ പേരന്റിങ് അങ്ങനെ ഒത്തിരിയായിട്ട് പറയാനോ ഒന്നും പറ്റത്തില്ല. പണ്ടൊക്കെ പറഞ്ഞ അനുസരിക്കണ പോലെ ഇന്നത്തെ പിള്ളേരെ അനുസരിക്കാറില്ല. അത് തന്നെ. കുഞ്ഞുമോൾ ആന്റിയും എന്തോ പറഞ്ഞു അല്ലേ? എന്തായിരുന്നു കുഞ്ഞാന്റി പറഞ്ഞേ? പഴയ കാലഘട്ടമല്ല ഇപ്പൊ, ഇപ്പോഴത്തെ കാലഘട്ടം മാറി. അപ്പം മാറിയപ്പോ എന്താണ് പഴയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്നും കൂടി ഒന്ന് പറയാമോ? പെട്ടെന്ന് പറഞ്ഞു. ആൻസറുകളൊന്നും ശരിയോ തെറ്റോ ഒന്നും നോക്കണ്ട. എന്തായിരുന്നു പഴയ കാലഘട്ടം, എന്താണ് ഇപ്പൊ പുതിയ കാലഘട്ടം? അല്ലെ ഓൾഡ് ജനറേഷൻ, ഓൾഡ് ജനറേഷനും ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും അല്ലെ? ഓൾഡ് ജനറേഷനിൽ ഒത്തിരി സ്ട്രിക്റ്റ് ആയിരുന്നു, ന്യൂ ജനറേഷനിൽ വന്നപ്പോൾ സ്ട്രിക്റ്റ് ഇല്ലാണ്ടായി. അങ്ങനെയാണോ? ഇല്ലാതായതല്ല. ഇപ്പൊ എനിക്ക് കൊച്ചുമക്കളുണ്ട്, എന്റെ അനുഭവത്തിൽ കൂടെ പറയാ. എന്റെ മക്കളെ ഞാൻ ഇച്ചിരി എന്റെ പേരൻസ് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ചൊക്കെ അവരുടെ ഇടയിലും ചെലുത്തിയിട്ടുണ്ട്. ഒത്തിരിയൊക്കെ അവർക്ക് അത്രയും ഇല്ല, ഒരു കുറച്ച്. പക്ഷെ എന്റെ മക്കൾ വന്നപ്പോ അവരുടെ മക്കളെ വരുമ്പോഴേ ഞാൻ ചില കാര്യം പറയുമ്പോഴേ അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മള് ഇപ്പൊ കൊച്ചുമക്കളാന്ന് പറഞ്ഞാലും നമുക്ക് അവരോട് ഒത്തിരി പറയാൻ പറ്റത്തില്ല. അവരുടെ പേരൻസ് ഉണ്ട്. അപ്പൊ അവര് പറയും ഞങ്ങൾ അത് ചെയ്യുന്ന ഗ്രാൻഡ് പേരൻസിന് അവർ അത്രയും കൊടുത്തിട്ടില്ല.
തമ്മിലുള്ള സംസാരം കുറവ്. ഓക്കെ കുട്ടികൾക്ക് ഇപ്പൊ മൊബൈലും ടിവിയും ഒക്കെ മതി. എന്റെ അഡ്വൈസ് മക്കളെ അതെ അവര് ഇഷ്ടപ്പെടുന്നില്ല. അഡ്വൈസ് അവർക്ക് അധികം ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല. കൊച്ചുമക്കൾ. എല്ലാരും ആ മൊബൈലിലാണ് വർത്താനം പറയുന്നത്. എപ്പോഴും അതെ മൊബൈലാണ് എപ്പോഴും എല്ലാവർക്കും. ഓക്കെ, നിങ്ങൾ പറഞ്ഞതിനെ എല്ലാം കൂടെ ഞാനൊന്ന് ക്രോഡീകരിച്ച് 2 വാക്യത്തിൽ ഒതുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വ്യത്യാസം, ഇന്നത്തെ കാലം ഓടുന്നത് സുഖത്തിന്റെ പ്രിൻസിപ്പിളിലാണ്. ശരിയോ തെറ്റോ? ഇന്നത്തെ കാലഘട്ടം ഓടുന്നത് സുഖത്തിന്റെ പ്രിൻസിപ്പിളിലാണ്. സുഖം എന്ന പ്രിൻസിപ്പിളാണ് മുന്നിൽ നിൽക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ താഴെയുള്ളവരോ നമ്മളടക്കമുള്ളവരോ എന്തിന് അഡിക്ഷനാണ്? സ്ക്രീൻ അഡിക്റ്റഡ് ആണ്. സ്ക്രീൻ അഡിക്ഷൻ ആണ് നമുക്കുള്ളത്. കാര്യം നമ്മൾ ചിലപ്പം 10 മിനിറ്റോ 5 മിനിറ്റോ ഒക്കെ കാണുന്നുള്ളായിരിക്കാം. പക്ഷെ അതിലും ഒരു അഡിക്ഷൻ നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ കാണുന്നവരുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്ന ഒറ്റ ഒരു കാര്യം, സുഖത്തിന്റെ പ്രിൻസിപ്പിളിലാണ് ഈ കാലഘട്ടം നീങ്ങുന്നത്. രണ്ടാമത് സ്ക്രീൻ അഡിക്ഷന്റെ കാലഘട്ടത്തിലാണ് നീങ്ങുന്നത്. അതായത് ലോകം നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കുന്നതിൽ അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടം. മനസ്സിലായോ? ലോകം നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നതിൽ അതിന്റെ പാരമ്യത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിന്റെ അപ്പുറമൊന്നും ഇല്ലാന്ന് തോന്നും. അതുപോലെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. എന്നാൽ പണ്ട് ഓൾഡൻ ജനറേഷൻ എന്ന് പറഞ്ഞ ജനറേഷനിലെ ന്യൂ ജനറേഷൻ ആൾക്കാരായിരുന്നു അന്ന് നമ്മള്, അല്ലേ? അന്നത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരായിരുന്നു നമ്മള്. പക്ഷെ നമ്മൾ അത് കടന്നു വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓൾഡും ബാക്കിയുള്ള ന്യൂ ജനറേഷനും ആയിത്തീരുന്നത്. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഒരു ന്യൂ ജനറേഷൻ ഉണ്ട്. ആ കാലഘട്ടത്തിന് അനുസൃതമായി അവർ നടന്നു വന്നവരും. കേൾക്കുന്നില്ല ഷൈനി? കേൾക്കുന്നില്ലേ? മാബിൾ ലോറൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഡിവൈസിൽ നിന്നൊരു സൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണോ കേൾക്കാത്തതെന്ന് തോന്നുന്നു. ലൗലി ചേച്ചി, അതുകൊണ്ടാണോ? ഓക്കെ. ഇപ്പൊ കേൾക്കാമോ ആന്റി? കേൾക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ലോകവീക്ഷണങ്ങൾ അല്ലെങ്കിൽ ലോകം തന്നെ സ്വാധീനിക്കുന്ന ഒരു തലമുറയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ പാരന്റിങ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായി തീർന്നു, അല്ലെങ്കിൽ പ്രയാസമുള്ളതായി തീർന്നു. നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിൽ ഈ പാരന്റിങ്ങിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് വ്യത്യാസമെന്നും നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പം നമ്മുടെ കുട്ടികൾ, ഞാൻ പറഞ്ഞു, നമ്മുടെ കുട്ടികൾ ലോകവീക്ഷണങ്ങൾ സ്വാധീനിക്കുന്നതിന്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ മേലെ ബലം പ്രയോഗിച്ച് പലതും ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? അവര് റിബലാവും, അവര് പ്രതിരോധിക്കാൻ തുടങ്ങും. അപ്പൊ ആ പ്രതിരോധിക്കുന്ന സമയത്ത് അവരേറ്റവും എടുക്കുന്ന അടവ് എന്താണെന്നറിയാവോ? അവരെടുക്കുന്ന അടവ് അവര് നമ്മളെ പോലെ ആവുക എന്നുള്ളതാണ്. കാരണം അവര് നമ്മളെയാണല്ലോ കണ്ട് വളരുന്നത്. അപ്പൊ നമ്മളെ പോലെ അവരാകുക എന്നുള്ളതാണ് അവരെടുക്കുന്ന ഏറ്റവും വലിയ ഒരു അടവെന്ന് തന്നെ അതിന് പറയാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ക്രിസ്ത്യൻ പാരന്റിങ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത്. കാരണം നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും രണ്ടാകുവാണെങ്കിലാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും രണ്ടാകുവാണെങ്കിൽ ഈ പ്രശ്നം വളരെയധികം മുമ്പോട്ട് നീങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാരന്റിങ് ഒരു ഗിഫ്റ്റ് ആണെന്ന് തന്നെ പറയാം, അല്ലെ? പാരന്റിങ് ഒരു വരദാനമാണ്. കാരണം അത് എല്ലാവർക്കും ഒന്നും നന്നായിട്ട് ചെയ്തു പോകാനായിട്ടുള്ള കഴിവോ പ്രാപ്തിയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ ഒക്കെ കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത് ചിലർക്ക് വളരെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും അറിയാം. അപ്പോൾ ഈ പാരന്റിങ്ങിന്റെ ആ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത് ഏത് വിധത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരന്റിങ് നമ്മൾ കാണുന്നത് എവിടെ മുതലാണെന്ന് അറിയാമോ? ബൈബിളിൽ നമ്മൾ എവിടെ മുതലാണ് പാരന്റിങ് കാണുന്നത്? ബൈബിളിൽ നമ്മൾ എവിടെ മുതലാ പാരന്റിങ് കാണുന്നത്? സൃഷ്ടിയിൽ പാരന്റിങ് ഉണ്ടോ? സൃഷ്ടിയിൽ പാരന്റിങ് ഉണ്ടോ?
ആഡം ഈവിലില്ലേ? അത് അവർക്ക് മക്കളുണ്ടായല്ലോ. സൃഷ്ടി പാരന്റിങ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യത്തെ 6 ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞിട്ട് അവിടം വരെയുള്ള ഭാഗത്തിൽ പാരന്റിങ് ഉണ്ടോ? ഉണ്ട്. ദൈവം. ഓക്കെ, ഉണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പ് അതിനോടുണ്ട്. കാരണം ആദമിനെയും ഹവ്വയ്ക്കും മക്കൾ ഉണ്ടാകുന്നിടം മുതലാണ് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈബിളില്. അതിനു മുമ്പുള്ളത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ചോദിക്കണേ. അതിനു മുമ്പുള്ളത് ദൈവിക സൃഷ്ടിയാണ്. ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചതിന് അതിൻ്റെതായിട്ടുള്ള മഹത്വവും അതിൻ്റെതായിട്ടുള്ള സകല നന്മകളും കൊടുത്താണ് എല്ലാം സൃഷ്ടിച്ചിട്ട് നല്ലത് പറഞ്ഞാണ് ഓരോ ദിവസവും അവസാനിപ്പിച്ചത്. അപ്പോ ഈ ദൈവിക സൃഷ്ടിയുടെ അവിടെ ആദമും ഹവ്വയും ആദിമ പാപത്തിന്റെ ഫലമായി അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോഴാണ് അവർ പേരൻസ് ആയി തീരുന്നത്. അതുകൊണ്ട് ഈ പാരന്റിങ് തുടങ്ങുന്ന സ്ഥലത്ത് ദൈവം ഡയറക്റ്റ് പാരന്റിങ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയായി തീരുന്നുണ്ട്. കാരണം ആ പാപത്തിൻ്റെതായിട്ടുള്ള സകല ദോഷഫലങ്ങളും പാരന്റിങ്ങിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള പോലും പെർഫെക്റ്റ് പാരന്റിങ് ചെയ്യുവാനായിട്ട് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഫോൾട്ട് ഉള്ളവരാണ്. നമ്മളെല്ലാവരും ന്യൂനതകളും കോട്ടവും കുറവുകളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാരന്റിങ്ങിന് ആ കുറവശങ്ങളും ഉണ്ടാവും. അപ്പോൾ പക്ഷെങ്കില് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്? നല്ല ഒരു പാരന്റിങ്ങിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്, അല്ലെ? നമ്മൾ നല്ല ഒരു പാരന്റിങ് കൊടുത്തിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇനി നമ്മള് ഒരു പാരന്റിങ് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും പറയാമോ? നമ്മളൊരു പാരന്റിങ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? അവിടെ നിർത്തിയിട്ട് പറയാ, നിങ്ങളുടെ പാരന്റിങ്ങിന്റെ കാര്യം പറ. ചേച്ചി കേൾക്കുന്നില്ല? ചേച്ചി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് നെറ്റിന് ചെറിയ ഇഷ്യൂ ഉണ്ട്, വരുന്നുണ്ട്. ലവ്ലി ചേച്ചി, ഇടയ്ക്ക് നെറ്റിന്റെ ചെറിയ ഇഷ്യൂ. ആണോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്, കുഴപ്പമില്ല, പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോ. ഹലോ, ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ട്. കാറ്റ് വന്നതിന്റെ ആണെന്ന് തോന്നുന്നു. പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്ത്യൻ പാരന്റിങ് ബുദ്ധിമുട്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് പറഞ്ഞു വന്നത്. നമ്മൾ പാപത്തിന്റെ ഫലമായിട്ട് ആ പാരന്റിങ് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പക്ഷെ നമ്മൾ അതിനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഞാനിങ്ങനെ പറയും. നാം കാണുന്നത് നമ്മൾ ക്രിസ്ത്യൻ പാരന്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാരന്റിങ് കൊടുക്കുന്നത്? നമ്മള് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ 6:4 വാക്യത്തിൽ എന്താ പറയുന്നേ? എന്താണ് പറയുന്നത്? നിങ്ങളുടെ മക്കളെ ദേഷ്യം പിടിപ്പിക്കാതെയും, ഒന്ന് വായിച്ചേ, 6:4, എഫേസ്യർ 6:4. ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 6:4 വായിച്ചേ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. അപ്പൊ എന്തിലൊക്കെയാണ് വളർത്താൻ പറഞ്ഞേക്കുന്നത്? എന്തിലൊക്കെയാ വളർത്താൻ പറഞ്ഞേക്കുന്നത്? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഈ ബാലശിക്ഷ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? നമ്മളെല്ലാവരും ബാലശിക്ഷ കൊടുക്കുന്നവരുമാണ്. ബാലശിക്ഷ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുമുണ്ട്, അല്ലെ? ആന്റിയൊക്കെ പറഞ്ഞു നല്ല അടി കിട്ടിയിട്ടുണ്ട്, സ്കൂളിൽ നിന്നും കിട്ടും, വീട്ടിൽ നിന്നും കിട്ടും എന്ന് ആന്റി പറഞ്ഞു, അല്ലെ? അപ്പൊ നമുക്ക് ബാലശിക്ഷകളൊക്കെ കിട്ടി തന്നെ നമ്മൾ വളർന്നവരാണ്. നമ്മളത്
തിരികെ അങ്ങോട്ട് കൊടുക്കാനും കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ നടക്കത്തില്ല. കൊച്ചുമക്കളുടെ ഒക്കെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും അതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ അതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് നമ്മുടെ ഭാഗത്തു നിന്ന് കാണിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. പക്ഷെ ഇവിടെ വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണത്? ബാലശിക്ഷയും അതിനോട് കൂടെ എന്തോ വേണമെന്നാ പറയുന്നേ? എന്താ വേണമെന്നാ പറഞ്ഞേ? പത്യോപദേശം. അതെന്താ ഈ പത്യോപദേശം? എന്താണ് പത്യോപദേശം? ബ്രദറുകാരോട് പ്രത്യേകം പത്യോപദേശത്തിന്റെ കാര്യം എന്നാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? എന്താ പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രബോധനം. ഇതിനിടയ്ക്ക് ഒരു പറയുന്നത് ശരിയാണോന്ന് അറിയത്തില്ല. ഒരു പെന്തക്കോസ്റ്റിലെ ഒരു മുഖ്യധാരയിലുള്ള ഒരു പ്രഭാഷകൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. ബ്രദറുകാരുടെ പത്യോപദേശം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മണിമണി പോലെ പറയും. എന്താ പത്യോപദേശം? പ്രബോധനമാണോ? എന്താ പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രബോധനം. ഉപദേശമല്ലേ? പ്രവചനമോ? പ്രബോധനം. എന്താണ് പത്യോപദേശം എന്ന് പറഞ്ഞാൽ? ശരിയായിട്ടുള്ള ഉപദേശം എന്ന് കണക്കാക്കിയാൽ മതി. സത്യമായിട്ടുള്ള ഉപദേശം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉപദേശം. സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ വാക്ക് കൊടുത്തേക്കുന്നത്. സൗണ്ട്, നല്ല ഉപദേശം. പത്യോപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉപദേശം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഉപദേശം എന്നാണ് പറയുന്നത്. അപ്പോ ഈ 1 തിമോത്തിയോസ് അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം കൂടി വായിക്കാമോ? 1 തിമോത്തിയോസ് 1:6. 1 തിമോത്തിയോസ് 1:6. ചിലർ ഇവ വിട്ടു മാറി വൃഥാപദേശത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. താഴോട്ട് വായിച്ചു ആന്റി, താഴോട്ട് വായിച്ചു. 7-8 കൂടെ വായിച്ചു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണക്കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കുലപാതകർ, ദുർനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ. വായിച്ചോ. നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നീ വകക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് എന്തിനും അത്രേ അയച്ചിരിക്കുന്നത് എന്ന് മതി. അത്രേ വെച്ചിരിക്കുന്നത് പത്യോപദേശത്തിന് വിപരീതമായ മറ്റ് ഏതിനും. അതുവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേശിക്കുന്നു. എന്താണ് ഉപദേശം? എന്താണ് ധർമ്മോപദേശം? പത്യോപദേശം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ധർമ്മോപദേശം എന്ന് പറയുന്നത് എന്താണ്? ധർമ്മോപദേശം എന്ന് പറയുന്നത് എന്താ? ധർമ്മോപദേശം എന്ന് മലയാളം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ടീച്ചേഴ്സ് ഓഫ് ലോ അല്ലെ? അപ്പം ഈ നമ്മൾ പറയുന്ന ധർമ്മോപദേശം എല്ലാവർക്കും പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ്? അനുസരിക്കണം, മോഷ്ടിക്കരുത്, കുല ചെയ്യരുത്, അധർമ്മം കാണിക്കരുത്, അഭക്തി കാണിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്, പാപം ചെയ്യരുത്. ഇതെല്ലാം എല്ലാവർക്കും പറയാൻ കഴിയുന്ന കാര്യമാണ് അല്ലെ? എല്ലാവരും ഇതൊക്കെ തന്നെ പറയുന്ന കാര്യമാണ് അല്ലെ? എല്ലാ മതക്കാരും ഇതിനെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് പറയുന്ന കാര്യം തന്നെയാണ്. എന്ത്? ധർമ്മോപദേശം. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ക്രിസ്ത്യൻ പേരന്റിങ്ങിൽ നമ്മൾ കൊണ്ടുവരുത്തേണ്ടത് പത്യോപദേശമാണ്. ധർമ്മോപദേശം നമ്മൾ എന്തുകൊണ്ട് കൊടുക്കും? ധർമ്മോപദേശം നമുക്ക് ശിക്ഷണത്താലും ബാലശിക്ഷ കൊടുത്തും അടി കൊടുത്തും വടി കൊടുത്തും നമുക്ക് അത് കൊടുക്കാനായിട്ട്, ധർമ്മോപദേശം കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ പത്യോപദേശം നമുക്ക് കൊടുക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം അത് അനുസരിക്കുന്നവരായി തീരണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ അത് അനുസരിക്കുന്നവരായി തീർന്നാൽ മാത്രമേ
നമുക്കത് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ നല്ല ഉപദേശങ്ങൾ അല്ലെങ്കിൽ പഥ്യോപദേശം അല്ലെങ്കിൽ സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നതാണ് ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ ഫൗണ്ടേഷനിൽ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പഥ്യോപദേശമാണ്. ഓക്കെ, അപ്പം നമ്മള് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് ഈ പഥ്യോപദേശത്തിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യേശു കർത്താവിന്റെ ഭവനത്തിൽ നോക്കിയാൽ തന്നെ യേശു കർത്താവിനെ വളർത്തിക്കൊണ്ട് വന്ന ആ വഴികളിലെല്ലാം നമ്മൾ ഈ പഥ്യോപദേശത്തിന്റെ കാര്യമെല്ലാം നമ്മൾ നന്നായി വായിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. എന്നാൽ നമുക്ക് പറയുവാനായിട്ടുള്ളത്, നമ്മൾ ക്രിസ്ത്യൻ പാരന്റിങ് കൊടുക്കുമ്പോൾ വളരെ നല്ല കൃപയോടുകൂടി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. പഥ്യോപദേശത്തിൽ കൃപയോടുകൂടി കൊടുക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ പാരന്റിങ്ങിന് എക്സാമ്പിൾസ് ഇല്ല. പാരന്റിങ്ങിന് എക്സാമ്പിൾസ് ഇല്ല. ആരെ നോക്കിയാലും അവിടെ ഒരു കുറവശം ഉണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള സൃഷ്ടിയിൽ പാരന്റിങ് ഇല്ലാത്തത് കൊണ്ട് അത് മാനുഷിക ലെവലിലേക്ക് വന്നപ്പോൾ പാപികളായ മനുഷ്യരിൽ നിന്നാണ് പാരന്റിങ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽ ഉള്ള ഓരോരോ കാര്യത്തിനും എന്താണ് ഈ വക എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു കോട്ടങ്ങൾ അല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ട്. അപ്പൊ ഈ പാരന്റിങ്ങിന് നമുക്ക് എടുത്തു കാണിക്കത്തക്ക രീതിയിൽ അല്ലെ ഇതേപോലെ ചെയ്യണം എന്ന് കാണിക്കാനുള്ള എക്സാമ്പിൾസ് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന പാരന്റിങ് നമ്മളെ പോലെ ആവുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ നമ്മൾ എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു പാരന്റിങ്. എന്നാൽ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യൻ പാരന്റിങ് എന്ന് പറയുമ്പോൾ അവിടെ നാം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തെ പോലെ ആകുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ കാണുന്നത് എവിടെയാണെന്നറിയാമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അത് കാണുന്നത്. അപ്പനും അമ്മയും ഡിസിപ്ലിൻ ചെയ്യുന്നത് അവരെ പോലെ ആവുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും അതിനകത്ത് ഒരു 75% എന്ന് പറയുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആവുക അല്ലെങ്കിൽ ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ വ്യത്യാസത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം എന്താണ് അവിടെ പറയുന്നത്? എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഒന്ന് വായിക്കാമോ? ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 10. അവൻ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അത് ആരെ കുറിച്ചാ പറയുന്നത്? ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ദൈവം കൊടുക്കുന്ന ശിക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ ദൈവികതയിലേക്ക് വരുത്തുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ കൊണ്ടെത്തിക്കേണ്ടത് അവന്റെ വിശുദ്ധിയിലേക്കാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ടാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു കുറച്ച് ഭാഗങ്ങളും കൂടെ ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് എന്തൊക്കെയാണ് പാരന്റിങ് ചാലഞ്ചസ്, ഇപ്പോഴത്തെ ഒരു പാരന്റിങ് ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം കുറെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തൊക്കെയാണ് പാരന്റിങ് ചാലഞ്ച് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുമയുള്ളതായിരിക്കത്തില്ല, പക്ഷെ എന്നാലും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ശൈശവത്വമുള്ളത് ആർക്കാണ്? മനുഷ്യന് തന്നെയാണ്, അല്ലെ? നമ്മൾ മൃഗങ്ങളെയും മനുഷ്യനെയും എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ പ്ലാന്റിനെയും പിന്നെ മനുഷ്യനെയും, അങ്ങനെ എന്തെങ്കിലും മറ്റു സൃഷ്ടിയും മനുഷ്യനുമായി ഒന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശൈശവത്വമുള്ളത് മനുഷ്യന് തന്നെയാണ്, അല്ലെ? നമുക്കറിയാം, ഒരു പശുക്കുട്ടി ജനിച്ചു വീഴുകയാണെങ്കിൽ ആ ജനിച്ചു വീഴുന്ന ആദ്യത്തെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് അതിന്റെ സ്വന്തം കാലിൽ നിൽക്കുവാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിന്റെ അമ്മ അതിനെ സഹായിക്കും. അതിൽ കൂടി അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് പെട്ടെന്ന് തന്നെ വരികയാണ്.
പിന്നെ അത് അതിന്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വയസ്സ് വരെയെങ്കിലും അവനെ ഒരു ശൈശവത്വം എന്ന് തന്നെ നമ്മൾ പറയും. 10 വയസ്സ് വരെ നമ്മൾ ഒരു ശൈശവത്വം എന്ന് പറയും. എന്നാൽ ആ 10 വയസ്സ് ഈ സിംഗിൾ ചൈൽഡിലേക്കൊക്കെ വരുമ്പോൾ അത് ഒരു 25 ഇയേഴ്സ് വരെയും പോകും, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മുടെ കണ്ണിന് മുമ്പിൽ തീരെ കുഞ്ഞു മക്കളായിട്ടാണ് എപ്പോഴും ഉള്ളത്, അല്ലെ? അപ്പം ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലഘട്ടം ശൈശവാവസ്ഥയിൽ ജീവിക്കുന്നത് മനുഷ്യനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാരന്റിങ്ങും കെയറിങ്ങും കിട്ടുന്നതും മനുഷ്യന് തന്നെയാണ്. നമ്മൾ നോക്കിയാൽ മൃഗങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര നേരം അത് ഇങ്ങനെ പിന്നെ തുടച്ചും നക്കിക്കൊടുത്തും ഒക്കെ നിൽക്കും. കൂടിപ്പോയി 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ, അല്ലെങ്കിൽ കൂടിപ്പോയി 1 ദിവസം എന്ന് വെക്കാം, അല്ലെ? പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമ്മള് എപ്പോഴും ഇപ്പൊ കിട്ടിയാലും ജൈനാന്റിയൊക്കെ ഇപ്പൊ കിട്ടിയാലും കയ്യിലൊന്ന് തടവി കൊടുക്കും, അല്ലെ? അല്ലെങ്കിൽ തലയിലൊന്ന് തടവി കൊടുക്കും, അല്ലെ? അപ്പൊ അതാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊലോങ്ഡ് പാരന്റൽ കെയറിങ് ആൻഡ് നർച്ചറിങ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മനുഷ്യവർഗം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഭയങ്കര വ്യത്യസ്തതയാണ് പാരന്റിങ്ങിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത് മനുഷ്യനാണ്, അല്ലെ? ദൈവം മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ മൃഗങ്ങൾക്കല്ല, അല്ലെ? ഈ ഭൂമിയെ കാക്കാൻ ഏൽപ്പിച്ചത് ആരെയാണ്? മൃഗങ്ങൾക്കാണോ? അല്ല. ഭൂമിയെ കാക്കാൻ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ പെറ്റുപെരുകി വർദ്ധിക്കുക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ആരുടെ മേലെ ഉള്ളത്? മനുഷ്യന്റെ മേലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പാരന്റിങ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പാരന്റിങ് എന്ന് പറയുന്നത് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. അതേപോലെ ദൈവം മനുഷ്യനോട് കുറെ നിയമങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെ? ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നെ കാക്കും, പരിപാലിക്കും. അങ്ങനെ ആ പ്രോമിസിന്റെ ബലത്തിൽ കൂടി ഈ പാരന്റിങ്ങിനെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം ദൈവം തലമുറകളുടെ കൂടി ദൈവമാണ്. ഒരു തലമുറയുടെ മാത്രം ദൈവമല്ല, തലമുറകളുടെ ദൈവം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മോശയ്ക്ക് കൊടുത്ത കൽപ്പനകൾ നമുക്കറിയാം. നമ്മൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്നാ പറയുന്നേ? നീ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും നിന്റെ തലമുറയോട് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഈ കാലഘട്ടത്തിന് മുമ്പില് നാം കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഇല്ലാതെ വിവരങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നമ്മളത് മനസ്സിലാക്കുക. ഇന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, ഇന്നിന്റെ ചാലഞ്ചസ് ആണ് ഞാൻ പറയുന്നത്. വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഇല്ലാതെ എല്ലാ വിവരങ്ങളും എല്ലാവരിലേക്കും എത്തുന്ന ഒരു കാലഘട്ടത്തിന്റെ ചാലഞ്ചസ് ആണ് ഈ പാരന്റിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ടും ഫേസ് ചെയ്യുന്നത്. അതായത് ഏത് ആളുടെ കയ്യിൽ നോക്കിയാലും എല്ലാ വിവരങ്ങളും കിട്ടുന്ന ഗാഡ്ജറ്റ്സ് ഉണ്ട്, സ്ക്രീനുകളുണ്ട്. അങ്ങനെ എന്തും ഒരു വിരൽത്തുമ്പിൽ എല്ലാ വിവരങ്ങളും എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്ക് മാത്രം അറിയാമായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്, അല്ലെ? പക്ഷെ ഇന്നത് ഓപ്പൺ ടു ഓൾ ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. 10 വയസ്സുള്ള കൊച്ചിനോട് ചോദിച്ചാലും എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണെന്ന് മണി പോലെ പറഞ്ഞു തരുന്ന കാലഘട്ടം. അപ്പൊ അതൊരു വലിയ ചാലഞ്ചാണ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഞാൻ ഈ ചാലഞ്ചസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യൻ പാരന്റിങ്ങിന്റെ ചാലഞ്ചസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നീട് മോറൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ് ഇൻ ജനറൽ പാരന്റിങ്, കുട്ടികളെ ശിക്ഷണത്തിൽ വളർത്തുക എന്നതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആനിയാൻറ്റി നേരത്തെ പറഞ്ഞു കൊച്ചുമക്കളെയൊക്കെ അടിക്കാൻ ചെന്നാൽ വിവരം അറിയും, മക്കളാണ് അതിന്റെ കാര്യം, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ശിക്ഷണത്തിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊരു വലിയ ഒരു ചലഞ്ച് തന്നെയാണ്. പിന്നെ പണം ഒരു വലിയ മാറ്റർ ആയി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് മാതാപിതാക്കൾ മക്കളെ പഠിപ്പിക്കുന്നതിനും അവരെ ഒരു വെൽ സെറ്റിൽ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഇന്നത്തെ മാതാപിതാക്കൾ ഉള്ളത്. അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിന്റെ മാതാപിതാക്കൾ അതിനുവേണ്ടി തന്നെ സമയങ്ങൾ മാറ്റിവെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി അവർക്ക് സമയം കിട്ടാതെയായി. അതുകൊണ്ട് തന്നെ അത് മുഖാന്തരം ഉണ്ടായ ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്ക് അറിവില്ലാതെ പോയി, അല്ലെങ്കിൽ അതിനെ വളരെ വേഴ്സ് ആയിട്ട് കൈകാര്യം ചെയ്ത് പോകുന്ന ഒരവസ്ഥ. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സ്വഭാവത്തിനും ഈ ലീഡർഷിപ്പിനും ഒക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കുട്ടികളുടെ കരിയർ ബിൽഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പാരന്റിങ് മാറിക്കഴിഞ്ഞു. അപ്പൊ അത് വലിയൊരു ചലഞ്ചാണ് അല്ലെ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഒക്കെ ഇപ്പൊ ആന്റി ഡാർലി ആന്റി പറഞ്ഞു എല്ലാ മീറ്റിങ്ങിനും കൊണ്ടുപോകും, അവിടെ ചെല്ലുമ്പം പിന്നെ ഓരോ വാക്യം വായിക്കും, അപ്പൊ അതിനകത്തുനിന്ന് തോട്ട്സ് ഷെയർ ചെയ്യാൻ പറയും. അങ്ങനെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയപ്പോ എന്തായി? അവരുടെ കരിയറിനെ ബിൽഡ് ചെയ്ത് അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചറിനെ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് ഈ പാരന്റിങ്ങിന്റെ ചലഞ്ചസ് വന്നുകൂടി. അതിലേക്ക് ശ്രദ്ധ മാറി. അപ്പോൾ തന്നെ വലിയ വ്യത്യാസം ആ കാര്യത്തിനകത്ത് ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്കറിയാം ജോയിന്റ് ഫാമിലി ആയിരുന്നു, അല്ലെങ്കിൽ കുറെ അധികം കുട്ടികളുള്ള ഫാമിലി ആയിരുന്നു. അപ്പം ഈ കാര്യത്തിൽ നിന്നൊക്കെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്കും 2 കുട്ടികൾ മതി എന്ന് ഗവൺമെന്റ് പറഞ്ഞ് ഫോളോ ചെയ്ത് വന്നതിൽ നിന്ന് ഒരു കുട്ടിയിലേക്ക് മാറിയ ഒരു അവസ്ഥയിലേക്കും വന്നു ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൻ്റെതായിട്ടുള്ള വിഷമതകൾ ഒരുപാട് ഈ പാരന്റിങ്ങിൽ നമ്മൾക്ക് വെല്ലുവിളികളായിട്ട് നമുക്ക് മുമ്പിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പണ്ടൊക്കെ ബന്ധുമിത്രാദികളും സമൂഹവും ചേർന്ന് ബിൽഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു അന്നത്തെ കുട്ടികളിലൊക്കെ കണ്ടുവന്നിരുന്നത്. അപ്പം നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹം അതിനെ വിലയിരുത്തി അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് പടയം മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ റീസെന്റ് ആയിട്ട് വളരെ കൗൺസിലിംഗ് മേഖലയിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് സിംഗിൾ പാരന്റിങ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഭർത്താവ് ഉപേക്ഷിച്ചതോ ഭാര്യ ഉപേക്ഷിച്ചതോ എന്ന് മാത്രം നിങ്ങൾ കാണണ്ട. അതായത് ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ അപ്പന്മാർ ചിലപ്പം വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ അമ്മമാർ ചിലപ്പം വിദേശത്തായിരിക്കും. അങ്ങനെയുള്ള സിംഗിൾ പാരന്റിങ് കൂടി നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഈ സിംഗിൾ പാരന്റിങ്ങിൽ വരുന്ന കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ സിംഗിൾ പാരന്റിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ ഒരാളുടെ റൂളിംഗ് ആണ് എപ്പോഴും ഉണ്ടാവുന്നത്. മറ്റേ ഒരാളുടെ റൂളിംഗ് അവിടെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആളുടെ നേതൃത്വത്തിൽ വരുന്ന പാരന്റിങ്ങിൽ വരുമ്പോഴത്തേക്കും കുറെ ഫ്രീഡം അവിടെ പോകുന്നുണ്ട്, കുറെ മണി മാനേജ്മെന്റ് അവിടെ പോകുന്നുണ്ട്. ഇവരുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് കൊടുക്കാൻ പറ്റാതെ അവരുടേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസിലും അവരുടേതായിട്ടുള്ള സ്ട്രെസ്സിലുമായി പോകുന്നുണ്ട്. അപ്പൊ അത് ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ക്ഷതങ്ങൾ വളരെ വലുതാണ്. അവർ വലിയ സെൽഫിഷ്നെസ്സിലേക്കും ഒരു ധൂർത്ത സ്വഭാവത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് ഈ നാളുകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്ത്യൻ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല, വളരെ ചലഞ്ചസ് ഉള്ള ഒരു മേഖലയാണ് എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ക്ലാസ് ഒന്ന് ക്രോഡീകരിക്കുകയാണ്, ഒന്ന് തീർക്കുകയാണ്. നമ്മൾ പറഞ്ഞത് എന്താണ്? ക്രിസ്ത്യൻ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ്. നമുക്ക് അത് വളരെ ക്ഷമയോടും വളരെ ഗ്രേസ്ഫുൾ ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിന് എക്സാമ്പിൾസ് ഇല്ല. നമുക്ക് മുമ്പിൽ ഉള്ളത് എന്താണ്? നമ്മൾ തന്നെ നമ്മളെ പോലെ ആയിത്തീരുക എന്ന് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന സമൂഹത്തിൽ നിന്ന് ദൈവത്തെ പോലെ, അല്ലെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ടുള്ളത്. നമുക്ക് മുമ്പിൽ എക്സാമ്പിൾസ് ഇല്ല, പാരന്റിങ്ങിന് എക്സാമ്പിൾസ് ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് നിരവധി ചലഞ്ചസുകളാണ് താനും നമ്മുടെ മുമ്പിൽ ഉള്ളത്. അപ്പൊ പാരന്റിങ് എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി ആരും കാണാൻ ഇടയാകരുത്. പാരന്റിങ് ഒരു വലിയ കർത്തവ്യമാണ്. അത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ക്രിസ്തുവിൽ വളരുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്ന റോൾ മോഡൽ, അല്ലെ? ക്രിസ്തു വളർന്നു വന്ന പോലെ അവന്റെ വളർച്ചയെ കുറിച്ച് നമ്മൾ വായിക്കുന്നതിനകത്തെല്ലാം നമ്മൾ വായിക്കുന്നത് സമൂഹത്തിന് എല്ലായിടത്തും കൊള്ളാവുന്നവനായി വളർന്നു വന്നു എന്നുള്ളത്, അല്ലെ? ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അതേപോലെ വളർത്തിക്കൊണ്ട് വരിക. നമ്മള് വായിച്ചതുപോലെ ദൈവത്തിന്റെ വിശുദ്ധിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുവാനായിട്ടാണ് ക്രിസ്ത്യൻ പാരന്റിങ് കൊണ്ട് നമുക്ക് സഹായകരമാകേണ്ടത്.
വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളിലേക്ക് കടന്നു പോകാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇന്ന് എന്നെ ഇത്രയും നേരം ശ്രദ്ധ വെച്ച് കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.